എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? കളിക്കാൻ പോകുന്നില്ലേ? അച്ഛനോട് മാലപ്പടക്കം കൊണ്ടും വാങ്ങിക്കാൻ പറയാനായിട്ട്. മാലപ്പടക്ക? മാലപ്പടക്കം കൊണ്ടുവന്നും മേടിച്ചൂടാ. കമ്പിത്തിരിയാൻ മറ്റേ മേടിക്കാന്നല്ലാണ്ട്. ഞങ്ങൾക്ക് മാലപ്പടക്കം കൊണ്ടും വിഷുവിന്റെ സമയത്തില്ല പത്രം വായിക്കല്ലേ നീ? ചെലപ്പെല്ലാം വായിക്കുന്നേ. കൈ പൊട്ടിത്തെറിച്ചു, കാല് പൊട്ടിത്തെറിച്ചു എന്നെല്ലാം കേൾക്കല്ലേ? കൈ എങ്ങനെ പൊട്ടിത്തെറിക്കുന്ന? പടക്കല്ലേ പൊട്ടുക? കൈ വന്ന് പടക്കം പൊട്ടിയിട്ട് ഇതൊന്നും മേടിക്കണ്ട, ഗുണ്ടൊന്നും മേടിക്കണ്ട. അച്ഛൻ പൊട്ടിച്ച ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പൊ എന്റെ കൈ പൊട്ടിത്തെറിക്കാനാ? അതൊന്നും പറ്റൂല, എനിക്ക് പടക്കമൊന്നും പൊട്ടിക്കാൻ പറ്റില്ല. അച്ഛൻ പൊട്ടിച്ച മതി. എന്തൊരാ ചെക്കൻ പറഞ്ഞാ കേൾക്കാതെ? പടക്കം മേടിക്കണ്ട, പൊട്ടുന്നൊന്നും മേടിക്കണ്ട, കമ്പിത്തിരിയെ മേടിക്കണ്ട. ഞാൻ പറയും കമ്പിത്തിരി വാങ്ങിച്ച ഭംഗിയുണ്ടാവും, ഒച്ച ഉണ്ടാവൂല, ഒച്ച വേണം. എടാ വിഷു എന്ന് പറഞ്ഞാല് നല്ല പ്രഥമ നടക്കൂല സദ്യയും നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് അങ്ങനെ കളിക്കാൻ പോവാ. അതാണ് അതിന്റെ വിഷു എന്ന് പറഞ്ഞാൽ അതിന്റെ ആഘോഷം. നമുക്ക് നല്ല ഡ്രസ്സും നല്ല ഊണെല്ലാം കഴിച്ചിട്ട് നമുക്ക് പടക്കം പൊട്ടിച്ചാ. പിന്നെ ഇതൊക്കെ പടക്കത്തിന്റെ പോലെ തന്നെ പോകും. പടക്കം മേടിക്കൂല. ഞാൻ അച്ഛനോട് പറയും വാങ്ങിക്കാൻ. ഞാൻ എന്റെ മോനോട് പറയും. അച്ഛനോട് പറയും. നിന്റെ അച്ഛൻ എന്റെ മോനല്ലേ? എന്റെ അച്ഛനല്ലേ? എന്റെ അച്ഛനല്ല. എന്റെ മോനും അല്ലേ? എന്റെ അച്ഛനും എന്റെ മോനാണ്. എന്റെ അച്ഛനാ. ആയിക്കോട്ടെ, നിന്റെ എന്റെ മോനാണ്. എന്റെ അച്ഛനാണ്. ഞാൻ പറയും. ഞാനും പറയും. നീ വല്ലാണ്ട് കളിക്കല്ലേ? അച്ഛനും വല്ലാണ്ട് കളിക്കല്ലേ? നോക്ക് മേലെ ഞാൻ ബാനിയാക്കൂട്ടാ. കളിക്കണ്ട നീ എന്നോട്. എന്താ ഇവിടെ? അച്ഛൻ ഗുണ്ടും മാലപ്പടക്കവും വാങ്ങിക്കണം. ഒരു ഗുണ്ട് മേടിക്കണം. ഗുണ്ടൊന്നും വാങ്ങണ്ട. ഗുണ്ട് വാങ്ങിക്കണം. ഗുണ്ട് പൊട്ടൊന്നും മേടിക്കണ്ട. നീ കമ്പിത്തിരി എന്തെങ്കിലും വാങ്ങാം. വേണ്ട, മാലപ്പടക്കവും ഗുണ്ടും മതി. ഗുണ്ടും മാലപ്പടക്കവും മേടിക്കണ്ട, കമ്പിത്തിരി മതി. മാലപ്പടക്കം വേണ്ടിന്ന ഗുണ്ട് പോയി. എന്താണ് അവൻ ചെറുതല്ലേ? ഞാൻ വരുത്തല്ലേ? ഇതെല്ലാം കൂടെ വാങ്ങിക്കാനുള്ള പൈസ ഒന്നും ഉണ്ടാവില്ല. ആകെ 3000 റുപ്യല്ലേ ഉള്ളൂ. അത് ധാരാളാണ് കേട്ടോ. എല്ലാം കുറച്ച് ഇത് കണി വെക്കാനുള്ളത് മേടിക്കണം. പിന്നെ 2-3 കൂട്ടാരേ വെക്കണുള്ളൂ. ഇവൻ എല്ലാം ഒന്നും കഴിക്കൊന്നുമില്ല. എന്തെങ്കിലും നീക്കിരിപ്പല്ലോ ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പോവാ. അതിന് പൈസ ഒക്കെ ഉണ്ടല്ലോ. അയ്യോ, പിന്നെ എനിക്കിവിടെ നീക്കിരിപ്പുണ്ട്. ഏട്ടൻ തന്ന പൈസ തന്നെ എന്റെ കയ്യിലുള്ളൂ. 3000 കൂടെ തകിയോ? 3000 മതിന്ന്. പിന്നെ ഇവനൊരു മുണ്ട് മേടിക്കണം. അവന്റെ ട്രൗസറും ഇതൊക്കെ ഉണ്ടല്ലോ. എന്താ വിഷു ആയിട്ട്, നല്ലൊരു വിഷു ആയിട്ട് അവൻ മുണ്ട് കൊടുക്കട്ടെ. ഓൻ എന്റെ പഴയ മുണ്ട് മുറിച്ചിട്ട് എടുത്താൽ മതി. അച്ഛ ഒന്ന് മിണ്ടാതിരിക്ക. അച്ഛാ ആ മുണ്ട് കൊടുത്തോട്ടെ. ഓനെ ഒരു ദിവസം എടുക്കൂലോ? അത് മറ്റേ ഈ ചെറിയ കസവുള്ള ചെറുത് കിട്ടുക. അത് മതി. അത് മതി ഒട്ടിക്കണത്. പിന്നെ കൊന്നപ്പൂവ് കഴിച്ചത് എന്തിനാണ്? കൊന്നപ്പൂ വേണ്ടേ കണി വെക്കാൻ? കണി വെക്കാൻ അത് ഇവിടെ എവിടെയെങ്കിലും നോക്കിയാൽ കിട്ടൂലോ. ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാമോ? അത് പോയി പറിച്ചാ മതി. ഏട്ടാ ഇവിടെ ഒന്നും ഇല്ലെന്ന്. ഇത് വിഷുവിന് മുമ്പേ എപ്പോഴോ പൂത്തു പോയി കൊന്നാ. പിന്നെ എങ്ങനെയാ? അതിന് 100 റുപ്യ കൊടുക്കണം. അപ്പൊ കണി കാണണ്ടേ? എന്നാ ശരി എന്നാ അച്ഛാ. അച്ഛാ ഗുണ്ട് വാങ്ങിക്കണേ. പിന്നെ പറഞ്ഞാച്ച് എന്നെ നോക്കി പേടിപ്പിക്കുന്നു. അച്ഛൻ എന്നെ നോക്കുന്നേ. നിന്നെ നോക്കിക്കൂടെ എനിക്ക്? ഞാൻ അച്ഛനെ നോക്കിക്കൂടെ? ആരോട് പറയാൻ, ആര് കേൾക്കാൻ? നോക്കല്ലടാ. പറഞ്ഞോ. അത് 6 മണിയാകുമ്പോഴേക്കേ ഇവിടുത്തത് കഴിഞ്ഞിട്ട് നമുക്ക് പടക്കക്കടയിൽ പോകണം. വീട്ടിലെ പടക്കം മേടിച്ചിട്ടില്ല. ഞാനും മേടിച്ചിട്ടില്ല. പിള്ളേരൊക്കെ കിടന്ന് പറയുന്നത്. ഒതുക്കി നോക്ക്. എന്തോ ഒരു വൈറ്റ് ക്ലബിൽ നിർത്താവിടെ. അത് പോയിക്കോളൂ. ഇത് എടുക്ക്. കഴിച്ചിട്ടുണ്ടാ? ഊതിയ ശരിക്കും കഴിച്ചല്ല. വീട്ടിലേക്ക് വിഷുവല്ലേ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എല്ലാണ്ട് പേപ്പറൊക്കെ ഉണ്ട് സാറേ. എനിക്കറിയാത് നോക്കിയാല് കേട്ടോ. സാറേ പേപ്പറൊക്കെ കറക്റ്റാണ്. പിടിക്കാനൊരു മാർഗമില്ല. അപ്പൊ എല്ലാവരും ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് ജയിക്കണ്ടേ? നേരെ നോക്കണേ. അതെ, അതിന്റെ പാർക്ക് ലൈറ്റ് ഇതൊക്കെ നോക്കിയേ. പൊല്യൂഷൻ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തെറ്റിയില്ലോ വണ്ടിക്കുന്നൊരു സാറിനോട് പറ. പൊല്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട്. പൊല്യൂഷൻ എന്ന് പറഞ്ഞേര്. ഇന്നലെ കഴിഞ്ഞത്. ഇപ്പൊ ഇതില്ലെങ്കിൽ 2000 രൂപയാണ് ഫൈൻ. എന്ന് പറഞ്ഞു നോക്കവാ. എന്താ ഇവിടെ ഇങ്ങോട്ട് വിളിച്ചല്ലേ? ഇങ്ങോട്ട് വന്നൂടെ? സാറേ പൊല്യൂഷനേ ഇന്നലെ തീർന്നതാണ്. അപ്പൊ പൊല്യൂഷൻ ഇല്ല വണ്ടിക്ക്.
സാർ ഞാൻ ഇതൊക്കെ നോക്കണ്ടേ? വണ്ടി മേടിച്ച് നടന്നാ മതിയോ? എന്താ തനിക്ക് പണി എന്താ? സാറേ ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയിക്കോ. എന്റെ പണി എന്താ? ഞാൻ പെയിന്റിംഗ് പെയിന്റിങ് പണിയാ? സാറേ എഴുതണ്ട സാറേ പ്ലീസ്. എന്റെ പൈസ ഇല്ല കയ്യിൽ, അതാണ് ഞാൻ ആകെ വീട്ടിലേക്ക് സാർ. ഒരു പണി ചെയ്യ് സാറേ, പൊല്യൂഷൻ 2000 രൂപയാണ്. ആള് പാവമാണ്, ഒരു കയ്യിലില്ലല്ലോ, ഒരു 500 എഴുതി കൊടുക്കും. പേര് സത്യശീലൻ. സാറേ 500 എഴുതണ്ട സാറേ, ഞാൻ സാധനം വാങ്ങിച്ചു പിന്നെ എന്റെ ഒന്നും ഉണ്ടാവില്ല കയ്യിൽ, അതാണ്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കുട്ടിയെ. സാർ 500 എഴുതണ്ട സാർ, 500 എഴുതണ്ട പ്ലീസ്. പൈസ വിഷു അല്ലേ സാറേ? വിഷു ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ വെയിലും കൊണ്ട് ഇവിടെ നിൽക്കണ. ഞങ്ങൾക്കും ഇല്ലേ ഈ വിഷുവൊക്കെ? പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് പൈസ ആവശ്യത്തിനുണ്ടല്ലോ. 300 റുപ്യുള്ളൂ. കളിക്കല്ലേ 300 അല്ലേ സാറേ? 300 എഴുതി കൊടുക്കും. ഇതൊക്കെ സൂക്ഷിക്കണം, ഇതൊക്കെ നോക്കണം പേപ്പറൊക്കെ കേട്ടാ. നോക്കിപ്പോ മേലിൽ പേപ്പറൊന്നും ഇല്ലാതെ നടക്കരുത്. ഇല്ല സാറേ, 2000 മേടിക്കേണ്ടതാണ്. അതെ അതെ. അല്ല ഞാൻ ഇന്നലെ കഴിഞ്ഞു. പൊല്യൂഷൻ ഇല്ലാതെ ഒരു ദിവസമൊക്കെ കഴിഞ്ഞാൽ കൊണ്ട് നടക്കണം. നിങ്ങളെയൊക്കെ സമ്മതിക്കണം കേട്ടോ. നിങ്ങളൊക്കെ എന്തിനാ ഇവിടെ നോക്കിക്കണം? വണ്ടിയിലെ സീറ്റ് വലിച്ചിടാണ്ടല്ലേ പോണേ, അത് നോക്കാറില്ലേ? ഇല്ല സാറേ, സീറ്റ് ഒരാളുടെ പുറമെ 4 ആളൊന്നും വേണ്ട, നോക്ക്. ഇനി ടാർഗറ്റ് കഴിഞ്ഞിട്ടില്ല ഇവിടെ. സാറേ പൊല്യൂഷന്റെ ഒരു ദിവസം ഡേറ്റ് കയറ്റിയപ്പോ നിങ്ങൾ ഇത് പൈസ വാങ്ങിച്ചത്, ബാക്കി എല്ലാം കറക്റ്റ് ആണല്ലോ. അപ്പൊ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, ബാക്കി നോക്കാനാണ് ഞങ്ങൾ നിൽക്കണം. വകുപ്പും റൂളും പറയാൻ 100 നാവാണ്. അവന്റെ നോട്ടം ശരിയല്ല കേട്ടോ. അവനെ നാളെ ശരിയല്ല അവൻ. സാറേ നമ്മുടെ പരിചയക്കാരനാണ് പോയിക്കോട്ടെ. നിങ്ങൾ ഈ പരിചയക്കാരെ അല്ല, പുള്ളിയായി ടാർഗറ്റ് എത്തിക്കണ്ടേ? അല്ല അത് പോട്ടെ, അതെ വീടിന്റെ അടുത്തോട്ട് ചെല്ലാൻ പറ്റില്ല. അപ്പൊ ഈ പണി നിർത്താല്ലേ? അടുത്ത ആളെ പൊക്കാന്നേ, പരിചയമില്ലാത്തവരെ പൊക്കല്ല. ഇതേ ഒരു പെട്ടി വണ്ടി വന്നുണ്ട്. അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ട്, മണ്ണിൽ പുതുമഴ വീഴണുണ്ട്. അരിയില്ലേ? ഇതോടെ ഒരു 5 കിലോ മട്ട. മട്ടല്ലല്ലോ. മട്ടല്ലേ? ഇല്ല. അയ്യോ മട്ട കഴിഞ്ഞോ? എന്നാ പിന്നെ കുഴപ്പമില്ല, വെള്ളരി ആയാലും മതി. വെള്ളരി ഇല്ല. അതില്ല. പരിയില്ലേ? അരി മൊത്തം സ്റ്റോക്ക് തീർന്നു നിൽക്കുക. തീർന്നോ? അല്ല ഇത് സപ്ലൈകോ തന്നെയല്ലേ? സപ്ലൈകോ തന്നെയാണ് സംഭവം. സ്റ്റോക്ക് വന്നിട്ടേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തീർന്നു പോയി. ഇപ്പൊ ഇല്ല സാധനം. വിഷുവും പെരുന്നാളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ അരി ഞാൻ പുറത്ത് വാങ്ങിക്കോളാം. മറ്റേ മല്ലി, മുളക്, പരിപ്പ്, ഉഴുന്ന് പരിപ്പ് ഒക്കെ എടുത്തോ. മല്ലി തീർന്ന്, മുളക് സ്റ്റോക്കില്ല. അല്ല മല്ലി ഇല്ല, മുളകും ഇല്ല. മുളകും ഇല്ല. പഞ്ചസാര ചോദിക്കണ്ട, പഞ്ചസാര നേരത്തെ തീർത്തിക്കണം. അല്ല ഈ ചായപ്പൊടി പഞ്ചസാരയൊക്കെ വേണം എനിക്ക്. ചായപ്പൊടി തരാം, പഞ്ചസാര ഇല്ല. സാധനം മൊത്തം തീർന്ന് നിൽക്കുക. പിന്നെ പരിപ്പുണ്ടോ? പരിപ്പില്ല, പരിപ്പും തീർന്നു. ഉഴുന്ന് പരിപ്പ്? ഉഴുന്ന് പരിപ്പ് ഒരു പാക്ക് ഉണ്ട്, അപ്പോൾ ഒരാൾ കൊണ്ടുപോയി. അത് കഴിഞ്ഞാൽ അപ്പൊ ഒരു സാധനമല്ലേ? സാധനം കുറവ്. നിങ്ങൾ പേസ്റ്റ് സോപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട്. എന്താ പേസ്റ്റ് ഉണ്ടായിട്ട് ഈ വിഷുവിന് തിന്നണത്? അല്ല എന്തൊക്കെ നിങ്ങൾ ഈ പറയുന്നത്? സാധനം സ്റ്റോക്ക് തീർന്നു കേട്ടോ. അപ്പൊ ഈ സാധനങ്ങൾ മുഴുവൻ ഞാൻ പുറത്ത് പോയിട്ട് ഇരട്ടി വിലയ്ക്ക് വാങ്ങണ്ടേ? എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയല്ലേ. എന്ത് ജാതി വർത്താനൊക്കെയാണ് പറയണത്? അതെന്ത് സാധനം വരാത്തത്? വരാത്ത എന്താന്ന് ഞങ്ങളിപ്പോൾ അന്വേഷിച്ച് ഞങ്ങൾക്ക് ഇവിടെ സാധനം എത്തിയാലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സർക്കാർ എത്തിക്കണില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരാളുമ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യമില്ല ഇവിടെ. എന്തിനാ പിന്നെ ഈ സ്ഥലമൊക്കെ നിങ്ങൾ തുറന്നിരിക്കണത്? അറിയാൻ ചോദിക്കും. നിങ്ങൾ ഇവിടെ തൊട്ടപ്പുറത്തെ ഒരു അനിലേട്ടന്റെ സൂപ്പർ മാർക്കറ്റ്. അതൊക്കെ ഞാൻ എവിടുന്നാലും മേടിച്ചോളാം. എന്തിനാ അനിലേക്കാണ്? വേറെ കുറെ ഞാൻ അവിടുന്ന് മേടിക്കില്ല, അവിടെ എല്ലാ സാധനവും ഉണ്ടെന്ന് അറിയാം. ഇവിടുത്തെ ഈ സാധനം കിട്ടുന്ന വിചാരിച്ചിട്ടാണ്. പണ്ടൊക്കെ ഓണവും വിഷുവൊക്കെ വരുമ്പോഴേ സജീവായിരുന്നു ഇവിടെ. ഇപ്പൊ എന്താറിയില്ല, ഇപ്പൊ തീരെ കച്ചവടമില്ല. നിങ്ങൾ കുറച്ച് സർഫ് ഉണ്ടായിക്കോളി വേണമെങ്കിൽ. എന്തിനാണ് സർഫ്? പായസം വെക്കാനോ? അതല്ല, ഇവിടെ ഉള്ള സാധനമല്ലേ ഇപ്പൊ തരാൻ പറ്റുള്ളൂ. പണ്ട് പറഞ്ഞ എന്നാ ശരി. എന്താ പക്ഷി വരുന്നവർ മുഴുവൻ കാണുക, ഒരു സാധനം വേണ്ട ഇവിടെ കൊടുക്കാൻ. വല്ലാത്തൊരു നാണക്കേട് തന്നെയാണ്. ആരോട് പറയാൻ? ഹലോ. അതെ ഏട്ടാ, പിന്നെ ഒരു കണി വെക്കണ കൃഷ്ണനെയും കൂടെ മേടിക്കണേ.
കൃഷ്ണനോ? ആ കൃഷ്ണന്റെ വിഗ്രഹം ഇല്ലേ ചെറുത് കണി കാണാനുള്ളത്. അപ്പൊ കൃഷ്ണന്റെ വിഗ്രഹവും രാമന്റെ ഫോട്ടോ ഒക്കെ അവിടെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ വെച്ചാ പോരെ? എന്നിട്ട് കണി കണ്ടാ പോരെ എന്റെ മണ്ടുവോ? ഇന്റെ ഏട്ടൊന്നും പറയണ്ട, ഇവിടെ ഉള്ളതിന്റെ കൈ പോയി, ഓടക്കുഴലൊന്നും ഇല്ല. ഞാൻ ഇപ്പൊ തന്നെ ആ സപ്ലൈകോലൊക്കെ പോയിട്ട് സാധനങ്ങൾ നോക്കി നോക്കുമ്പോ അവിടെ ഒന്നുമില്ല. എന്നിട്ട് ഇപ്പൊ ഇരട്ടി വില കൊടുത്തിട്ട് സാധനങ്ങൾ പുറത്തുനിന്നാണ് വാങ്ങിച്ചത്. കയ്യിലെ പൈസ ഒക്കെ തീർന്നിരിക്കുകയാണ്. ഇനിയിപ്പോ കൃഷ്ണ വിഗ്രഹം കൂടി വേണമെന്ന് പറഞ്ഞാലോ? പിന്നെ പോരാത്തതിന് ഇതാ പിന്നെ പൊല്യൂഷൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് പോലീസും പിടിച്ചു, അതിനും പൈസ കൊടുത്തു. അയ്യോ, ഞാൻ ഇപ്പൊ വണ്ടിയിലെ പെട്രോൾ കഴിഞ്ഞിട്ട് പമ്പിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഉള്ള കൃഷ്ണൻ എന്താ കുഴപ്പം? കൈ പൊട്ടി. അത് തീരെ പറ്റില്ലേ? പൊട്ടിയ വിഗ്രഹം എങ്ങനെ കണി കാണാൻ വയ്ക്ക? അതെ, ഒന്നുകിൽ കൃഷ്ണ വിഗ്രഹം അല്ലെങ്കിൽ ഡ്രസ്സ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല. അതിനുള്ള പൈസ എന്റെ കയ്യിലില്ല. ഡ്രസ്സ് വാങ്ങണോ അതോ വിഗ്രഹം മേടിക്കണോ എന്ന് പറഞ്ഞു. രണ്ടുകൂടി നടക്കില്ല. വിഗ്രഹം മതി. ആ ശരി ശരി, ഓക്കെ ഓക്കെ. അടി മോളെ, 200 ഇന്നും കൂടിയില്ലേ? കൂടിയിട്ടുണ്ടാവും. ഞാൻ അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ആലോചിക്കാറുന്നു കൂടണേന്ന്. അടി 200 അടി കൊണ്ടുപോയി തിന്നട്ടെ. ഹാവൂ, എന്നാ പിടിച്ചോ. ഹലോ, ആ എന്താച്ചാ? നീ സാധനം മേടിച്ചുവാ? ഇതേ മേടിച്ചോണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട്. അയ്യാ, കൊന്നപ്പൂ എല്ലാം മേടിച്ചു അല്ലേ? കൊന്നപ്പൂ വാങ്ങി, കൊന്നപ്പൂവും വെള്ളരിക്കൊക്കെ വാങ്ങി. എന്താ പടക്കം വാങ്ങണോ? അല്ല പടക്കല്ലടാ. എന്താ കൊണ്ടുവാങ്ങണോ? അല്ലടാ. ഞാൻ ചെക്കനെ ഇപ്പൊ എന്താ കമ്പിത്തിരിയാ? അല്ല. മേശപ്പൂവാ? അല്ലടാ. പിന്നെന്താ? ഒരു സാധനം, ഒരു കുപ്പി. എന്ത്? ഒരു കുപ്പി, ചെറിയ കുപ്പി, ചെറുത് മതി. അതൊക്കെ വേണോ? ഒന്ന് ഉഷാറാവാൻ. ആ ശരി, വാങ്ങിക്കാൻ. കയ്യിൽ പൈസ ഉണ്ടാവും അറിയില്ല, നോക്കണച്ചാ. അതിന്റെ ലുബ്ധിച്ചിട്ട് ഒന്നത് മേടിക്കണം മോനെ. ആ ശരി ശരി ശരി. എന്തേ? അത് മേടിക്കുമ്പോ റമ്മ് മേടിച്ചാൽ മതി കേട്ടോ. മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.